പിടിച്ചുവെത്താൻ കഴിയാത്ത വിധത്തിൽ 52,000 കടന്ന് സ്വർണ്ണവില കുതിക്കുകയാണ്. ഗ്രാമിന് 120 രൂപ കൂടി 6,535 ഗ്രാമിന്റെ വിലയെത്തുന്നു. പവന് 960 രൂപ കൂടി 52,280 ഇപ്പോഴത്തെ വില. അന്താരാഷ്ട്ര വിപണിയിലും വൻ വിലവർധനമാണ്. പ്രദീപ് ജോസഫാണ് വിവരങ്ങളുമായി. പ്രദീപ്, 50,000 കടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ അത്ഭുതത്തോടുകൂടി എല്ലാവരും മൂക്കിൽ വിരൽ വെക്കേണ്ട സ്ഥിതിയായിരുന്നു. ഇപ്പോൾ അത് 52,280 ഇപ്പോഴത്തെ വില. ഈ അന്താരാഷ്ട്ര വിപണിയിൽ ഉൾപ്പെടെ എത്രത്തോളം വലിയ ചലനമാണ് സ്വർണത്തിന്റെ ഈ മൂല്യത്തിൽ ഉണ്ടാകുന്നത്? രതീഷ്, അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണത്തിന് ഇതുവരെയുള്ള റെക്കോർഡ് വിലയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ അന്താരാഷ്ട്ര വിപണിയിലെ വിലവർധന തന്നെയാണ് ആഭ്യന്തര വിപണിയിലെ വർധനയ്ക്കും കാരണം. സ്വർണ്ണ വില എന്ന് പറയുന്നത് 52,280 രൂപയാണ് പവന്. ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് 120 രൂപ കൂടി. കഴിഞ്ഞ ദിവസങ്ങളിലും വിലവർധന ഉണ്ടായിരുന്നു എങ്കിൽ തന്നെ 120 രൂപയും മറ്റൊന്നും കൂടിയിരുന്നില്ല. 80 രൂപ, 40 രൂപ അങ്ങനെയൊക്കെയായിരുന്നു കൂടിയിരുന്നത്. ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഗ്രാമിന് 120 രൂപ കൂടിയിരിക്കുന്നു. അതായത് പവന് 960 രൂപയാണ് കൂടിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും സ്വർണ്ണവില മുകളിലേക്ക് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അതായത് എത്ര രൂപ വരെ ഈ സമീപ ദിവസങ്ങളിൽ കൂടാൻ സാധ്യതയുണ്ട് എന്ന് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നുണ്ടോ? അങ്ങനെ ഒരു കണക്കുണ്ടോ? എത്ര വരെ കൂടിയേക്കാം? ഇനി കുറയുമോ? ഇനിയും വില കൂടാൻ തന്നെയാണ് സാധ്യതയെന്ന് വിപണി വൃത്തങ്ങൾ പറയുന്നത്. പക്ഷേ എത്ര വരെ എന്നുള്ളത് തികച്ചും അനിശ്ചിതത്വം നിലനിൽക്കുന്ന കാര്യമാണ്. കാരണം ലോകത്തെ വിവിധ സംഭവ വികാസങ്ങൾക്കനുസരിച്ചാണ് ദിവസവും സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത്. പ്രത്യേകിച്ചും ഒരു സുരക്ഷിത നിക്ഷേപം എന്നുള്ള നിലയിൽ ലോകത്ത് കൂടുതൽ ആളുകൾ ഇപ്പോൾ സ്വർണം വാങ്ങി കരുതി വയ്ക്കുന്നുണ്ട്. മാത്രമല്ല മധ്യപൂർവേഷ്യയിലെ യുദ്ധം, മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലോകത്ത് നിരവധി രാജ്യങ്ങളിൽ ഇത് തെരഞ്ഞെടുപ്പ് വർഷമാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യം തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു, അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് വരുന്നു, അതുപോലെ മറ്റ് പല രാജ്യങ്ങളിലും തെരഞ്ഞെടുപ്പുണ്ട്. ഇങ്ങനെ രാഷ്ട്രീയമായി നിലനിൽക്കുന്ന ഒരു അനിശ്ചിതത്വവും സ്വർണത്തിന് ഇത്തരത്തിൽ വില വളരെ കൂടുന്നതിന് കാരണമാണ്. മറ്റൊന്ന് യുദ്ധഭീതി, സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയിടങ്ങളിൽ എല്ലാം ഒരു സുരക്ഷിത നിക്ഷേപം എന്നുള്ള നിലയിൽ സ്വർണത്തെ ആളുകൾ കാണുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്വർണം വാങ്ങി വയ്ക്കാൻ വ്യക്തികളും കോർപ്പറേറ്റുകളും ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതിന് ശരി, പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.